വിശ്വാസവും സംരക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തും ലോകത്തും നമ്മൾ ജീവിക്കുന്നെങ്കിൽ ആ വിശ്വാസവും ആദർശവും സംരക്ഷിച്ചുകൊണ്ട് തന്നെ മെക്സവനിലും പ്രവർത്തിക്കാം. വീടിന്റെ അകത്തളത്തിൽ ചെയ്യുന്നവർക്ക് അവിടെയാവാം, പുറത്ത് ചെയ്യുന്നവർക്ക് അവിടെയാവാം. പിന്നീട് സലാഹുദ്ദീൻ സാറ് തന്നെ പാടില്ല, അങ്ങനെ ചെയ്യരുതെന്ന് പറയുകയും തടയുകയും ചെയ്ത കാര്യങ്ങളുടെ പഴയ വീഡിയോ പ്രചരിപ്പിച്ച് വീണ്ടും അതിനെ കുത്തിപ്പൊക്കുന്നതിൽ നമുക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ മെക്സവന്റെ പിന്നിലാര്? സത്യത്തിൽ മെക്സവന് പിന്നിലല്ല, എല്ലാവരും ഉള്ളത് മുന്നിലാണ്, പകൽ വെളുപ്പത്തിലാണ്. കാരണം മുന്നിൽ നിന്ന് ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറും ടീം ലീഡർമാരും ട്രെയിനിങ് കൊടുക്കുമ്പോ മുന്നോട്ട് തിരിഞ്ഞുകൊണ്ട് എല്ലാവരും എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുന്നിലാര് പിന്നിലാര് എന്ന് ഇവിടെ വരാത്തവരെ ബോധ്യപ്പെടുത്തേണ്ടവർ നമുക്കില്ല സുഹൃത്തുക്കളെ. ആരെയും തടയാനല്ല, ആരെയും തകർക്കാനല്ല, ഒരാശയത്തിനും പിന്നിലല്ല. ഇത്രയും വലിയ വിവിധ പാർട്ടികളെ പ്രതിനിധാനം ചെയ്യുന്ന നേതാക്കൾ ഈ വേദിയിൽ അണിനിരന്നിട്ടുണ്ടെങ്കിൽ അവരാരും ഒന്നും തിരിയാത്തവരല്ല. പുതിയൊരു ആദർശത്തിന്റെ ലോകത്തേക്ക് നിങ്ങളെ നയിക്കാനാണ് മെക്സവൻ എങ്കിൽ ഇതിലൊരാളും ഉണ്ടാവില്ല. ഇതിന് പിന്നെ ഇങ്ങനെ എന്തുകൊണ്ട് വ്യാപിക്കുന്നു? വലിയ സംഘടനാ ശേഷിയുള്ളവർക്ക് സാധിക്കാത്തത് എന്തുകൊണ്ട് മെക്സവന് സാധിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഓരോ മനുഷ്യനും അവനവന്റെ ആരോഗ്യത്തിന് വേണ്ടി ഏറ്റെടുത്ത ഒരു കാര്യത്തെ തടയാൻ ആർക്കും ആവില്ല, കാറ്റിന് പോലും ആവില്ല. കാരണം നമുക്കറിയാം 40, 50, 60 വയസ്സ് കഴിഞ്ഞ ആളുകളാണ് മെക്സവൻ സെന്ററുകളിൽ ഭൂരിപക്ഷം. എന്തുകൊണ്ട് അവർ വരുന്നു എന്നുകൂടി നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. കാരണം തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാം നേടിക്കൊണ്ട് തങ്ങളുടെ മക്കളെയും കുടുംബത്തെയും സംരക്ഷിച്ച് ഒരു വിശ്രമ ജീവിതത്തിന് വേണ്ടി വീട്ടിലേക്ക് വരുമ്പോ കൂടെ കയറി വന്ന ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന കുറെ പാവങ്ങൾ. ആ പാവങ്ങളായ ആളുകൾ ഒരുപക്ഷെ സമ്പന്നനാവാം, പക്ഷേ മരുന്നിന് വേണ്ടി മോനോട് പറയണം, മോനെ എനിക്ക് മരുന്ന് വേണം. 10 രൂപ 15,000 രൂപക്ക് മരുന്ന് വാങ്ങുന്ന ആളുകളുണ്ട്. ഈ ആളുകൾ പലപ്പോഴും മക്കളോട് ചോദിച്ചാൽ മക്കൾ ചിലപ്പോ പറഞ്ഞേക്കാം, എന്തിനാ വാപ്പ നിങ്ങൾക്ക് ഇത്ര കാശ്? ആ രോഗിയായ സാധു മനുഷ്യൻ വീണ്ടും തന്റെ ബുദ്ധിമുട്ടുകളെ മറ്റവനോട് അവതരിപ്പിക്കാൻ മടിച്ചിട്ട്, മോനെ എനിക്കിപ്പോ ഒന്നുമില്ല, ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല എന്ന് കരുതി നരകിച്ച് മരണവും കാത്തിരിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് കൈത്താങ്ങാൻ മെക്സവന് സാധിച്ചെങ്കിൽ തുടരുക തന്നെ ചെയ്യും ഈ പ്രയാണം. ഒരു മാറ്റവുമില്ല. ഒട്ടും ലാഭം മോഹിച്ചല്ല, ലാഭം മോഹിച്ചുകൊണ്ടല്ല. പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ എങ്ങാനും 50 രൂപ ഫീസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ കൊണ്ടോട്ടി മുഴുവൻ ഇന്ന് അദ്ദേഹത്തിൻ്റെതായിരിക്കും. കാരണം അത്രമാത്രം സ്വത്ത് സമ്പാദിക്കാനുള്ള ഇത്രയും മഹത്തായ സേവനം ഇത് ലോകത്തിന് സമർപ്പിച്ചതാണ്. ഏത് സംഘടനകൾക്കും പ്രാക്ടീസ് ചെയ്യാം, ഏത് സ്ഥാപനങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാം, ഏത് മതക്കാർക്കും പ്രാക്ടീസ് ചെയ്യാം. അവിടെ ട്രെയിനർമാരെ അയച്ച് അവർക്ക് പ്രാക്ടീസ് നൽകി അവർ തന്നെ നടത്തട്ടെ. അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ സംഘടനാ വ്യത്യാസമോ ഇന്ന് വരെ കാണിച്ചില്ല, ഒരു കാലത്തും കാണിക്കില്ല. മാത്രമല്ല ഇതൊരു സംസ്കാരമായി ഭാരതത്തിന്റെ ഓമനപുത്രൻ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറിന്റെ ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും ഇതൊരു സംസ്കാരമായാണ് മാറാൻ പോകുന്നത്. എതിർത്തിട്ട് കാര്യമില്ല. കാരണം ഈ ഒരു സംസ്കാരം തലമുറ കൈമാറി വ്യായാമം തങ്ങളുടെ ജീവിത ശൈലിയുടെ ഭാഗമാക്കി മാറ്റുമ്പോൾ രോഗവിമുക്തമായിട്ടുള്ള ഒരു നാടായി, ടെൻഷനും പ്രയാസവും ഇല്ലാത്ത നാടായി, എല്ലാ ആദർശ വ്യത്യാസവും മാറ്റിവെച്ചുകൊണ്ട് വർഷങ്ങളായി മിണ്ടാതിരുന്നവർ, താൻ അറിയാത്ത തങ്ങളെ അറിയാത്ത നേതാക്കൾക്ക് വേണ്ടി സ്വന്തം സഹോദരനെയും അയൽവാസികളെയും നാട്ടുകാരോടും സലാം പറയാത്ത അടുത്തിരിക്കാത്ത ആളുകൾ പരസ്പരം കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊന്നും ആശയത്തിന്റെ വൈജാത്യമല്ല, സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് നിന്നിട്ടും വിവിധ കക്ഷികളിൽ പ്രവർത്തിക്കാമെന്ന വിശാലമായ ആശയം മാത്രമേ ഉള്ളൂ. നാം ഒരു സമൂഹമാണ്, നാം ഒരു ജനതയാണ്. നാം ഒരുമിച്ച് നിന്ന് നമ്മുടെ ആശയത്തിലും വിശ്വാസത്തിലും ആദർശത്തിലും പ്രവർത്തിച്ചോളൂ. ആരോഗ്യമുള്ളവരായി, പുതിയ ചിന്താഗതിയുള്ളവരായി അല്ല, നിലവിലെ ചിന്താഗതി നിലനിർത്തിക്കൊണ്ട് തന്നെ ആരോഗ്യമുള്ളവരായി, സംസ്കാരമുള്ളവരായി, സാമൂഹികമായി ഉത്തരവാദിത്തമുള്ളവരായി നമുക്ക് ജീവിക്കാം. ആയിരക്കണക്കിന് ആളുകളെ ജീവിതശൈലി രോഗവിമുക്തമാക്കാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് മെക്സവന് സാധിച്ചെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ ആശ്രയിക്കാവുന്ന അതിപ്രധാനമായ സംവിധാനമായി ഇത് മാറും. നാം ചേർത്ത് പിടിക്കുക, നെഞ്ഞോട് ചേർത്ത് പിടിക്കുക. നിങ്ങളോടൊക്കെ ഒരു അപേക്ഷയുള്ള വെറുക്കരുതേ, ഇതിന് കൈത്താങ്ങാകുക, എല്ലാവർക്കും സ്വതന്ത്രമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രം പറഞ്ഞ് വിമർശനങ്ങളുടെ പിന്നാലെ നിങ്ങൾ സൈക്കിൾ എടുത്ത് കൂടരുതെന്ന് പറഞ്ഞുകൊണ്ട് അവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതിന്റെ വക്താക്കളാകുക എന്ന് മാത്രം പറയുന്നു. കാലികമായി മറ്റു മറുപടികൾ ആരും പറയേണ്ടതില്ല.